മലയാള സിനിമയിൽ നിറയെ ആരാധകരുള്ള നടിയാണ് ഉർവശി. പല സൂപ്പർ സ്റ്റാറുകളുടെയും നായികയായും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയും ഉർവശി ഇപ്പോഴും സിനിമയിൽ സജീവമായി തുടരുകയാണ്. ഇപ്പോഴിതാ നടി തന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും അഭിനയ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഉർവശി ഇക്കാര്യം സംസാരിച്ചത്. കുറെ കാലം ഒരു കാര്യവും അറിയാതെ ഒരു കുട്ടിയെ പോലെ ജീവിച്ചു. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് വഞ്ചനകളെക്കുറിച്ച് മനസ്സിലായത്. ഇത് മനസ്സിൽ കിടന്നുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കാര്യവും പഠിക്കില്ലായിരുന്നു. ഒരിക്കലും നിഷ്കളങ്കയാകരുതെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആരോടും പറയാൻ താല്പര്യമില്ല. എപ്പോഴും എല്ലാവരും സന്തോഷത്തോടെ പെരുമാറുന്ന എന്നെ മാത്രമേ കാണാവൂ. അതെന്റെ വാശിയാണ്. എല്ലാം സഹിക്കണമെന്ന് പറഞ്ഞാണ് പല സ്ത്രീകളും ഒരു കാലത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അത് പഠിച്ചാണ് വിവാഹത്തിലേക്ക് വന്നത്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മിഥുന സിനിമയിൽ ഞാനും ശ്രീനിവാസൻ ചേട്ടനുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്താനിരുന്നത്. പിന്നീടാണ് ആ സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അന്ന് ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം ചെയ്യാനായി നടൻ ബൈജുവിനെയാണ് തീരുമാനിച്ചിരുന്നത്. അത് ഉഗ്രൻ തിരക്കഥയായിരുന്നു. ആ സമയത്ത് മോഹൻലാലിന് താരപദവി വന്നിരുന്നു. പിന്നീട് അതനുസരിച്ച് തിരക്കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ചില പ്രധാന തമാശ രംഗങ്ങളും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആരെങ്കിലും നല്ലൊരു തിരക്കഥ കൊണ്ടുവന്നാലല്ലേ ഒരുമിച്ച് അഭിനയിക്കാൻ ഇനിയും സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ രീതിയിൽ തമാശകൾ പ്രതീക്ഷിക്കും. തുടരും പോലുള്ള സിനിമകളല്ല ഞങ്ങളിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളെ വെല്ലുന്ന ഒന്ന് വന്നാൽ മാത്രമേ സാധ്യതകളുള്ളൂ. അതുകൊണ്ടാണ് ഒരുമിച്ച് അഭിനയിക്കാത്തത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരുമിച്ച് അഭിനയിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഉർവശി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.